ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് ഗൈസ്. പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ് കേട്ടോ. ചുവപ്പ് ചീരയാണ്, നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ തോരൻ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം കൂട്ടുകറിയാണ് വെക്കാൻ പോണേ. പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ അരച്ചിട്ട് കൂട്ടുകറിയാണ് കേട്ടോ വെക്കാൻ പോണേ. അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തോരനുള്ള തേങ്ങ എല്ലാം ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നതും അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും സബോള പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ചീര ഇട്ട് കൊടുക്കാം. ചീരയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂട്ടണം, നല്ലതാണ് ഗൈസ്. കുട്ടികൾക്കൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ചീര ഏത് ചീരയായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരൻ വെച്ചു കുട്ടികൾക്ക് കൊടുക്കും. അവർക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെച്ച് കൊടുക്കുന്ന പോലെ ഉണ്ടാകില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇതുപോലെ ചീര കിട്ടുകയാണെങ്കിൽ വെച്ച് കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന്. ചിരകി വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നില്ല. ഒന്ന് മിക്സാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കത് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഗൈസ്, അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിയുന്ന സമയത്ത് ഞാൻ ഈ ചീരയും കൂടെ നോക്കാമായിരുന്നു. അപ്പോൾ ചീര റെഡിയായി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചെറിയുള്ളി ഒന്ന് ഈ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഈ കറിക്ക് ചെറിയുള്ളി നല്ല ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി എടുത്തത്. അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിലേക്ക് ചേന, മുരിങ്ങയ്ക്ക, കോവയ്ക്ക, ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഉണ്ട് ഗൈസ്. വെള്ളരിക്ക എല്ലാം ഉണ്ട്. ഇത് ഇന്നലെ സാമ്പാർ വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കൂട്ടുകറി വെക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുകയാണ്. മൺപാത്രത്തിലാണ് ഇന്ന് കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലൊക്കെ വയ്ക്കുമ്പോൾ. അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വെച്ച ശേഷം ഞാൻ ഉള്ളി, തക്കാളി, കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം മല്ലിയെല്ലാം വറുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി മസാല ഒന്ന് വറുത്തെടുക്കണം. കൂട്ടുകറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നല്ല മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഗൈസ്. നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ബോട്ടിൽ മീഷോന്ന് മേടിച്ചതാണ് ഗൈസ്. നല്ല യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് നമുക്ക് എടുത്ത് ഒഴിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പ്രേ അടിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാം, എല്ലാത്തിനും പറ്റും. നല്ല യൂസ്ഫുള്ളുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അത് മീഷോയിൽ കിട്ടും. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് വറുത്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് മല്ലിയില ഇടുമ്പോൾ ഈ കറിക്ക്. ഇനി നമുക്ക് വലിയ ജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഞാൻ ചീരയ്ക്ക് ഇട്ടിരുന്ന ബാക്കി തേങ്ങ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ രണ്ടിനും കൂടെ ചേർന്നാണ് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിനും കൂടെ എടുത്തു ഗൈസ്. അപ്പോൾ ഒരു മുറിയിൽ തേങ്ങയിലാണ് ഇപ്പോൾ 2ഉം കൂടെ കറി വെക്കുന്നത് കേട്ടോ. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും പാകത്തിന് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അങ്ങനെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാണ് ഇതിലേക്ക്. 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അരച്ച് വെച്ചതാണ്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചക്കറി വേവിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ മസാലകളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. പാറാൻ വെച്ചതാണ്. ഇനി നമുക്ക് മിക്സ്ചറിലിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറിയിൽ ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറി വെന്തിട്ടുണ്ട് കേട്ടോ പാകത്തിന്.
അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും നമുക്കിതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചിട്ട് കറിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് മിക്സാക്കി കൊടുത്തിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കറി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താണ് താളിച്ചെടുക്കണേ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതും വറ്റൽമുളക് ഇട്ട് കൊടുക്കാണ്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നല്ല മണം ഉണ്ടാവുമേ മല്ലിച്ചപ്പിൻ്റെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ചീര തോരനും ഉണ്ട്. ഇനി ഓംലെറ്റും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഏതായാലും അത് കഴിക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കറികളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു വീഡിയോ വെച്ച് കാണാം. താങ്ക് യു.